ചെയ്ത ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ് അവന്റെ ഓൺലൈൻ വീഡിയോ വഴി പ്രചരിപ്പിച്ച് എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല. സി സാറ് വിളിപ്പിച്ചു, ഞാനും അകത്ത് കയറി, രേണുവിന്റെ അച്ഛനും അകത്ത് കയറി. രേണുവിന്റെ അച്ഛൻ അവിടെ ഇരുന്നു, ഞാൻ അവിടെ നിന്നു, ഇരുന്നില്ല. ഓക്കെ, എന്നിട്ട് രേണുവിന്റെ അച്ഛൻ ഘോര എന്തൊക്കെയോ ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുതിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ, CBI-യോ? CBI അതുൽ. ചേച്ചി എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയുന്നതെന്നോ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ അറിയാതായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരും ഒന്നും കുത്തിപ്പൊക്കി എടുത്തോണ്ട് വന്നതല്ല. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടും നിങ്ങൾ പല കാര്യങ്ങൾ ഈ ചേർച്ചയില്ലായ്മ പറഞ്ഞപ്പോഴത്തേക്കിന് ആൾക്കാരായിട്ട് തന്നെ മുന്നേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങളാ. ചിലർക്ക് മുഖം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വോയിസ് ആയിട്ട് പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പല കാര്യങ്ങൾ കുത്തിപ്പോയിക്കൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യാഥാർത്ഥ്യം ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ യാഥാർത്ഥ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിയമ നടപടി എടുത്തുകൂടെ? പകരം നിങ്ങൾ എന്തോ അതിന്റെ പേര് ചെയ്തത്? അവർ നിങ്ങളെ അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിച്ചു, ഇവരെന്തോ പല്ലിയോ പെരിച്ചാടിയോ അങ്ങനെയൊക്കെ വിളിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കേസ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു വോയിസ് വന്ന് അല്ലെങ്കിൽ ഒരു മുൻ ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ആ വ്യക്തി എങ്ങനെ വന്നു, അങ്ങനെ ഒരു ആളില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം. കാരണം നിങ്ങൾ ഇന്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ലീഗലി ഉള്ള രണ്ടാമത്തെ ഭാര്യ എന്ന്. പക്ഷെ അവർ പറയുന്ന അല്ല, അവർ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെതിരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാമല്ലോ. അങ്ങനെ ഒരു ആരോപണം എന്റെ മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. പിന്നെ അയൽവക്കക്കാരെന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെ കുറിച്ച് പല കാര്യങ്ങളോ പറയുന്നുണ്ട്, അതെല്ലാം അലിഗേഷൻസ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ വോയിസിനെതിരെ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. അതും പോട്ടെ, നിങ്ങളുടെ പള്ളിയിലച്ഛന്റെ കാര്യം പറഞ്ഞല്ലോ. പള്ളിയിലച്ഛൻ ഞങ്ങൾ ആ പറഞ്ഞ കണക്കുള്ള ഒരു ഫ്രോഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഒരാളല്ല, അയാൾ മഹത്തായിട്ടൊരു വ്യക്തിയാണ്, അയാളുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾ പറ. അവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മോൻ കുറ്റി അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്താ പറ്റി? സമയപ്പെടുത്തിന് വരാൻ എന്താ? അപ്പം കുറെ ചോദ്യങ്ങൾ അങ്ങോട്ടുണ്ട്. ഈ ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ട് മറുപടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാകത്തുള്ളൂ. ഇപ്പൊ എനിക്ക് പറയാനുള്ള വേറെ കാര്യത്തോടെ ഞാൻ കാണിച്ചു തരാം. ഈ ശാരിക, അതായത് ഇപ്പൊ നല്ല പിള്ളേ കേട്ടോ ചേച്ചി, നല്ല പിള്ളേ, നിങ്ങളൊന്ന് കാണും നോക്ക്. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരേ റെസ്പെക്ട് അവരെ കുറിച്ച് തോന്നുന്നു. അവർ ആരെ കുറിച്ചും മ്ലേച്ഛമായിട്ടൊരു വർത്തമാനം അവർ പറയുന്നില്ല. അവർക്ക് എന്താ റൈറ്റ് ഇല്ലേ? ഈ പറയുന്ന രേണുസുതിയെ കുറിച്ചിട്ടായാലും ഈ പറയപ്പെടുന്ന അതുൽ ബ്ലോഗ്സിനെ കുറിച്ചായാലും ഈ പറയപ്പെടുന്ന ആനന്ദു, ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ഓഫ് ആനന്ദനെ കുറിച്ചാണ്. എനിക്ക് അവരുടെ പേര് കിട്ടിയില്ല, ഇപ്പഴാ കിട്ടിയത്. അവനൊന്നും ഒതുങ്ങിപ്പോ, അവൻ എപ്പോഴും രേണുസുതിയെ ചൊറിയാൻ ചെല്ലാറില്ല. അപ്പൊ ചോരയുള്ള ആരെ പേടിയിടുന്ന പറയുന്നത് പോലീസുകാരൊന്നും. അയ്യോ ചേച്ചി തെറ്റിപ്പോയി. അവന്റെ പ്രൊഫൈൽ ഒന്ന് എടുത്തിട്ട് അവൻ അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് നോക്ക്. ചേച്ചിക്ക് വേണ്ടിട്ട് അവൻ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതോ ആനയ്ക്ക് നല്ല തീറ്റി കൊടുക്കുമല്ലോ, നല്ല ഉരുട്ടി അതാണ് ഉരുട്ടി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതങ്ങ് എടുത്തോ കേട്ടോ. ശാരിക ഇപ്പൊ ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കുറെ വിവാദത്തിൽ കയറി നിൽക്കണല്ലോ. അപ്പൊ ശാരിക ഈ കാണിക്കുന്നത് തന്നെ എന്തുവാ, രേണുസുതിയെ പിടിച്ച ഒരു കാറിനകത്ത് കയറിയിരുന്നു. കാറിനകത്ത് കയറുന്ന സീക്രട്ട് ഏജന്റ് ആണെന്ന് വിചാരം. എനിക്കറിയത്തില്ല. പറഞ്ഞു ചെറുതായിട്ട് വരട്ടി കാണും. എന്തിനാണ് വ്യക്തിഹത്യ ചെയ്യുന്നത്? എന്തിനാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിനകത്ത് വലിച്ചിരിക്കുന്നത്? രേണുസുതി ഈ പറയപ്പെടുന്ന ഒരാളുടെയും കാര്യം, ഈ പോയിന്റ് നിങ്ങൾ കേട്ടോണം. എന്തിനാണ് പേഴ്സണൽ കാര്യം വലിച്ചെടുക്കുന്നത്, എന്തിനാണ് വ്യക്തിഹത്യ നടക്കുന്നത്? ഈ സംഭവമായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ സംഭവമായിരിക്കും ഞാൻ വെച്ചിട്ടല്ല അവർ റീൽ ചെയ്യുന്നത്. ഒരാളെയും കമ്പയർ ചെയ്തിട്ടല്ല അവർ ജീവിക്കുന്നത്, ഒരാളെ തെറി പറഞ്ഞിട്ടല്ല അവർ ജീവിക്കുന്നത്. പിന്നെ നിനക്കൊക്കെ എന്തിന്റെ അതിൽ ചോദിക്കുന്ന ഡാഷ് വർത്താനമാണ് ഞാൻ എനിക്ക് ചോദിക്കുന്നത്. എനിക്ക് എന്തിന്റെ സൂക്കേടാ? എനിക്കും അത് തന്നെ ചോദിക്കണം. നിനക്കൊക്കെ എന്തിന്റെ ഡാഷ് വർത്താനമാണ്? കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് തോന്നുന്നു ഇവരുടെ ഒരു ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കറിനകത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അതായത് അതുവരെ ഏറ്റവും കൂടുതൽ ചീത്തവിളി കേട്ടോണ്ടിരുന്ന രേണുവിന്റെ ഭാഗത്ത് കിട്ടിക്കൊണ്ടിരുന്ന ചീത്തവിളികളെല്ലാം കറക്കിയെടുത്ത് ഈ പെണ്ണ് ശാരിക അവളുടെ പേരിലേക്ക് മേടിച്ച ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. ആ ഇന്റർവ്യൂ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് വ്യക്തിഗതി നടത്തിയതെന്നും എന്താണെന്നുള്ളത്. അതിനകത്ത് എല്ലാ ഭാഗവും കാണില്ല. ഒരേ ഒരു സംഭവം ഞാൻ ഒറ്റ ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കാം. ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിച്ചില്ലെങ്കിൽ ആ കലാകാരൻ എങ്ങനെയാ? കലാകാരൻ മരിച്ചിട്ട് 2 വർഷമായി. തിരിച്ചു വരില്ല. പക്ഷെ അദ്ദേഹത്തെ വെച്ച് താങ്കളുടെ പേര് കുപ്രസിദ്ധിയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉപയോഗിച്ച് നിർത്തി ലൈഫില് ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപേക്ഷിക്കായിരിക്കും. കെട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടുകൊറ്റ എഴുതുന്നല്ല പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കും. രേണു സുധി എന്നുള്ള പേര് ഉപേക്ഷിക്കണം. ഞാൻ വേറെ ആളെ കെട്ടണം. ഇതുവരെ ഞാൻ ഫോട്ടോ, പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ സൂചിച്ചാന്റെ ഫോട്ടോ ചവിട്ടുകറ്റ ഞാൻ എറിയത്തില്ല. അത് എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. അത് അംഗീകരിക്കുന്ന ആളെ ഞാൻ കെട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. സത്യത്തിൽ ഈ കോമാളിത്തരങ്ങളൊക്കെ ഈ രേണു കാണിക്കുമ്പോൾ സുധിച്ചേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കത്തില്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവ് എന്തിനാണ് വേദനിക്കുന്നത്? ഞാൻ കോമാളിത്തരം ഇത്രയും വലിയ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് കാറിനകത്ത് പോയിരുന്ന വലിയ മര്യാദ കുട്ടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഇത് കുത്തിപ്പോയിക്കൊണ്ടിരുന്നത്? നിങ്ങളിപ്പോ എന്തോ കാണിച്ചത്? നിങ്ങൾ എന്തോ കുത്തിപ്പോക്കി? ഒരു മരിച്ചുപോയ വ്യക്തിയെ കുറിച്ച് അവരുടെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ എന്തോ സംസാരിച്ചത്? മരിച്ചുപോയ വ്യക്തിയുടെ വില നിങ്ങളപ്പോ എത്രത്തോളം എടുത്തിട്ടുള്ളത്? അപ്പൊ ഈ കാര്യം അറിയാതെ എടുക്കാതെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ? പറയാനാണെങ്കിൽ ഇട്ടാൻ പോലുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂയോട് കുത്തിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്ടോ വലിയ സാധനം അതും പറഞ്ഞുകൊണ്ട് വന്നിരുന്ന തെറുക്കി വിടുക. എന്തോന്നറിയോ? സ്ത്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കണം. സ്ത്രീ വരുമ്പോഴത്തെ സ്ത്രീക്ക് സപ്പോർട്ട്. കാരണം അറിയോ, ഇനി ചിലപ്പോൾ ബിഗ് ബോസിനകത്തേക്കൊക്കെ പോകേണ്ടി വന്നാലേ പെട്ടെന്ന് ഈ സപ്പോർട്ടൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കണം. അയ്യോ എന്തോ ഭയങ്കര ഉത്തേജകമല്ലേ കൊടുക്കുന്നത്?
കാരണം നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഉത്തേജകം ഏത് രീതിയിലാണ്. നിങ്ങൾ ആ സമയത്തെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി അതുപോലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചത് ഒരു ഇന്റർവ്യൂവിന്. ഇപ്പൊ ട്രെൻഡ് ഒന്ന് മാറി വരുവാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതേ ട്രെൻഡിനനുസരിച്ച് നീങ്ങുക. അതായത് ഒഴുക്ക് എങ്ങോട്ടാണ് അങ്ങോട്ട് നീങ്ങാനും എടുക്കാനും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ കൃത്യമായിട്ട് ആ പണി വെടുപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പൊ നാളെ കാറിനകത്ത് കയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ റിയാക്ഷൻ മീഡിയ ചെയ്യുന്നവരും നിങ്ങൾ ചെയ്യുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അങ്ങ് കൊമ്പത്തിരിക്കൊന്നുമല്ല, ലോ ലെവലിൽ കിടക്കുക. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളായാലും നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തിട്ട് വേണം ഈ പറയേണ്ട രീതിയിൽ വന്നിരുന്ന് ഇവിടെ വന്നിരുന്ന് പറയാനായിട്ട്. നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ചീള് സാധനം, അതുകൊണ്ട് വലുതായിട്ട് സാധനങ്ങളൊന്നും അതിനകത്ത് എടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ രേണു പോലീസ് സ്റ്റേഷനിലൊന്നും പോയായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷമുള്ള 2-3 സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ നമുക്കൊന്ന് കാണാം. അങ്ങനെ ലൈഫ് ഉണ്ടായിരുന്നു. സുധിച്ചേട്ടൻ അറിയാവുന്ന ലൈഫാണ്. പിന്നെ ഇതിനകത്ത് ഈ കുത്തിപ്പൊക്കണ കാര്യം തന്നെ ഇവർക്ക് എനിക്കറിയത്തില്ല. സുധിച്ചേട്ടന് മോനും ഞങ്ങൾക്ക് എത്ര അറിയാവുന്ന കാര്യം തന്നെ. പിന്നെ കുത്തി ഇതിന് മാത്രം ഞാൻ എന്റെ താത്ത കുത്തിയ പ്രതിയാണോ ഞാൻ ഈ കടന്ന് എന്നെ ഈ പുറകെ നടക്കാൻ വേണ്ടിട്ട് CBI പോലെ ഇവന്മാര്. അതായത് ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ സുചേട്ടന് മാത്രം അറിയാമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഈ സംഭവങ്ങൾ നിങ്ങൾ പല ഇന്റർവ്യൂവിൽ വന്ന് കിടന്ന് പറയുന്നു. അത് പറഞ്ഞപ്പോഴത്തേക്കും ഈ സംഭവങ്ങളല്ല റിയാലിറ്റിയിൽ നടന്നിട്ടുള്ളത് എന്ന് അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് പല ആരോപണങ്ങളും അല്ലെങ്കിൽ അതിന്റെ സത്യസന്ധത എന്താണെന്ന് വെച്ചാൽ അവര് പുറത്തോട്ട് കൊണ്ടുവരും. അപ്പൊ ഇത് സോഷ്യൽ മീഡിയ വരുന്ന ഒരു സാധനമാണല്ലോ. അത് വരുമ്പോഴത്തേക്കിന് അയ്യോ ഈ പെണ്ണ് ഇങ്ങനെയല്ലോ പറഞ്ഞത്, അയ്യോ ഇയാൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പൊ ഇത് തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തും. കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്കിന് അതിനകത്ത് ശക്തി കൂടുതൽ ഏതാന്ന് വെച്ചാൽ അതിനകത്ത് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഏതാണ്, ആ റീസണിന്റെ ഒത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ആൾക്കാർ അതിനുവേണ്ടി അനുകൂലമായിട്ട് പല കാര്യങ്ങളും പറയുമായിരിക്കും. അപ്പൊ അതെല്ലാം എടുത്തോണ്ട് വന്നിട്ട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ നിൽക്കില്ല. അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിലേ നിങ്ങൾ മേലെ അതിന് ഇന്റർവ്യൂവിൽ അതിലും പോയിട്ട് നിങ്ങളുടെ ഭാവി കാര്യവും ഭൂതകാലവും വർത്തമാനവും ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞുകൊണ്ട് വരും. അതിപ്പോ നിങ്ങൾക്ക് മാത്രമല്ല പല ആൾക്കാരും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, അവർക്കെതിരെ ആരോപണങ്ങൾ കുറവായിരിക്കും വരുന്നത്. കാരണം ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടായിരിക്കും കുറവായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞ കാര്യമല്ല പ്രവൃത്തിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചടിച്ച് ആൾക്കാർ കൊണ്ടുവരികയും ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അടുത്ത് നോക്കാം. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വേണ്ട ഒരു നീതി കിട്ടിയിട്ടില്ല. ഞങ്ങളെ ചാടിച്ചു വിടുവായിരുന്നു. രണ്ട് പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങളെ ദേഷ്യപ്പെട്ട് ചാടിച്ചു വിടുവായിരുന്നു. എന്ത് അക്രമവും നടത്താൻ എന്ത് വേണ്ടി ഞാനൊന്നും ഒന്നും പോകുന്നില്ല. എന്റെ ഫോട്ടോ അതിനകത്ത് വളകരില്ലെന്ന് നമ്മുടെ ഈ നാട്ടിലെ നിയമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. പെണ്ണുങ്ങൾ വന്നൊരു കാര്യം പറഞ്ഞോ അത് തന്നെ അതിനകത്ത് പിടിച്ചോണ്ട് പോയിട്ട് അങ്ങനെ നടന്നിട്ടില്ലാന്നോ അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആണുങ്ങൾക്കായിരിക്കും. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഈ നാട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേന് ഇവര് കൊണ്ട് പരാതി കൊണ്ട് കൊടുത്തിട്ട് പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കേസ് എടുക്കാൻ പാകത്തിലൊരു സാധനം ഇല്ല എന്ന് തന്നെ അർത്ഥം. അല്ലാതെ കേസെടുക്കാൻ സാധനം ഉണ്ടായിട്ട് പോലീസുകാർ നിങ്ങളെ ഇറങ്ങിപ്പോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആക്കിയൊന്നും വരുത്തി തീർക്കില്ല. നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ പ്രഹസനവും സ്ക്രിപ്റ്റ് സാധനമാണ്. കാരണം നിങ്ങൾക്ക് നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ട് വന്ന് കിടന്ന് കരയുന്നു. അതിന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മുന്നോട്ട് കയറാനുള്ള ചവിട്ടുപടിക്ക് ഒരു പിന്താങ്ങായിട്ട് വരാനുള്ള സെറ്റപ്പ് അത്രേ ഉള്ളൂ. ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ട് വരും. വീഡിയോ കോൾ എന്നും പറഞ്ഞ് അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചേക്കുക. എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല. അതിനെന്തായാലും ഒന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. കാരണം ഇങ്ങനെ വാട്സപ്പിന്റെ ചാറ്റും സംഭവങ്ങളൊക്കെ അവൻ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചത് പോകാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും അവൻ ചോദിച്ചു എന്തിനാ വിളിച്ചതെന്ന് തിരിച്ച് റിപ്ലൈ ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നില്ല. അതിനുശേഷം വീണ്ടും നിങ്ങൾ വിളിക്കുന്ന എല്ലാം കൃത്യമായ ചാറ്റ് ഉണ്ട്. ഇതൊക്കെ പ്രൂഫായിട്ട് കിടക്കുന്ന സാധനമാണ്. ചുമ്മാ കിടന്ന് വായ്ത്താളം പറയല്ലേ. കാരണം കൂടെ നിൽക്കുന്ന സ്ത്രീ, അതായത് രേണു എന്ന് പറയുന്ന വ്യക്തി പല കാര്യങ്ങളും വായ്ത്താളം മാത്രം പറഞ്ഞ് മുന്നോട്ട് ഒരു തെളിവുകൾ എടുത്ത് മുന്നോട്ട് വെക്കാതെ. അപ്പൊ പിന്നെ നിങ്ങളും അതിന്റെ കൂടെ ഒന്ന് ചേരല്ലേ. അപ്പൊ ഈ രമ്യ എന്ന് പറഞ്ഞ വ്യക്തി, അതേ സഹോദരി എന്ന് പറഞ്ഞ കൂടെ നിൽക്കുന്നു. ഇത്രയും നാളെ കളത്തിലില്ലാത്തൊരു വ്യക്തിയാണ്. ഈ വ്യക്തി എങ്ങനെ കേസിനിടയിൽ വന്നപ്പോഴത്തേക്ക് കളത്തിലേക്ക് വന്നു കയറി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമായിട്ട് നോക്കാൻ പറ്റും. ഈ ഒരെണ്ണം കൂടെ സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് പ്രശ്നം. അതുപോലെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടും. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന ഭയങ്കരമായിട്ട് ഞങ്ങളടുത്ത് ദേഷ്യപ്പെട്ടായിരുന്നു. സ്ത്രീകൾ ഇങ്ങനെ എത്ര വലിയ ആളാന്ന് പറയുന്നത് സ്ത്രീക്ക്. കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ, കാര്യങ്ങൾ, ടെൻഷൻ അങ്ങനെ എല്ലാം കാണും. അത് തെറ്റല്ലെന്നാണ് അവർ പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിക്കും. അയ്യോ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ റീസൺ കാണും. അവർ ഒരിക്കലും റീസൺ ഇല്ലാതെ ഒരു സ്ത്രീകളെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരും ഇറക്കി വിടത്തില്ല. അങ്ങനെ വ്യക്തമായ റീസൺ, അവർക്ക് നിയമപരമായിട്ട് കേസെടുക്കാൻ പാകത്തിലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കും നിങ്ങൾ കൊടുക്കുന്ന പരാതിക്കകത്ത്. അത് പ്രോപ്പറായിട്ട് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ കേസെടുക്കാൻ പറ്റും? കേസെടുത്തു കഴിഞ്ഞാൽ അതിൽ തിരിച്ച് പോലീസിനെതിരെ കേസുമായിട്ട് പോകത്തില്ലേ? നിങ്ങൾ ഇത് ഏത് ലോകത്തായി ജീവിക്കുന്നത്? ചുമ്മാ അങ്ങേരുമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് കിടന്ന് തുള്ളുന്നതും ചുമ്മാ ഷോർട്ട് ഫിലിം ആണെന്നും വീഡിയോ എന്നും പറഞ്ഞിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു വെക്കുന്നതും അതാണ് റിയൽ ലൈഫ്? അതാണ് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങൾ? അല്ലെങ്കിൽ അതാണ് നിയമപരമായിട്ട് വല്ലതും ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ടാണോ? അതാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ കാണിക്കുന്നത്? ഇതൊന്നുമല്ല. നിങ്ങളൊരു 10 ക്യാമറയുടെ മുന്നിൽ പോയി നിന്നെന്ന് പറഞ്ഞ ഒന്നുമില്ല. ഇവിടെ ക്യാമറ കൂടെ മുന്നിൽ വർഷങ്ങൾ നിന്നമാർ വരെ ജയിലിനകത്ത് കിടന്നിട്ടുണ്ട് പീഡന കേസിൽ. പിന്നാണ് നീ ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലീസുകാരെ കുറിച്ച് ഇത്രയും വലിയൊരു ആക്ഷേപം ഉന്നയിച്ച് പോലീസുകാർ കേസ് എടുത്തിട്ട് ഈ പറയുന്ന എത്ര വലിയ മണ്ടത്തരങ്ങളും തെറ്റുവാന്നറിയോ? ഇത്രയും വലിയ ആരോപണം നിങ്ങൾ കൊടുത്തതിനകത്ത് വ്യക്തമായ പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഈ കേസ് എടുത്തത്, ഈ കേസ് കൊടുത്തതും ഇത് ഇത്രയും വിവാദമായി എന്നുള്ള കാര്യം കൃത്യമായിട്ട് പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവരതിന്റെ A to Z കാര്യങ്ങൾ ചെകഞ്ഞെടുത്ത് കൃത്യമായിട്ട് നോക്കും ഇതിന് ഇവർ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടോ എന്ന്.
ആ ആരോപണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരെങ്ങനെ അവനെ പിടിച്ച് ജയിലിനകത്ത് ഇടും, അല്ലെങ്കിൽ അവന്റെ പേര് കേസ് എടുക്കും? അപ്പം നിങ്ങൾ കൊടുത്തതാണ് കള്ളക്കേസ്, നിങ്ങൾ കൊടുത്തതാണ് പരാതി. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള സത്യസന്ധമായ ആരോപണങ്ങൾ അവൻ കുത്തിപ്പൊക്കി. നിങ്ങളുടെ കൂടെ നിന്ന ഫ്രോഡ് പള്ളിയിലച്ചന്റെ കാര്യം കുത്തിപ്പൊക്കി. കൊല്ലത്ത് സംസ്കരിക്കേണ്ട കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശരീരം നിങ്ങൾ അവിടെ കൊണ്ട് ഇതാക്കി. തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ആ മറുപടി കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടും ആ മറുപടിക്ക് കൃത്യമായ ഒരു മറുപടി നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ അവനെതിരെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാ. ഇത് ചോറ് കഴിക്കാൻ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പിന്നെ വന്ന് കിടന്ന് കരഞ്ഞു മെഴുകല്ലേ. ഈ കരഞ്ഞു മെഴുകുന്ന കണ്ടാൽ നമുക്കൊന്നും തോന്നത്തില്ല. സ്ത്രീകൾ കരഞ്ഞാൽ തോന്നും, പക്ഷെ ഈ ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് കിടന്ന് കരഞ്ഞിട്ടൊന്നും ആർക്കും ഒന്നും തോന്നാൻ പോകുന്ന കാര്യമൊന്നുമില്ല. അപ്പം ചെയ്യുമ്പം ഇച്ചിരി വെടുപ്പായിട്ട് നോക്കിയും കണ്ടും കൃത്യമായ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരും നിങ്ങളെ തൊടത്തില്ല, ആരും നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതിനകത്തും ഈ ചെയ്യുന്നതിനകത്തും നിങ്ങൾക്ക് പറയാനുള്ള പല ഉത്തരങ്ങളിനകത്തും ഈ ഒരു അസ്വാഭാവികത ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇനി കുത്തിപ്പൊക്കി ഇതിനെപ്പറ്റി സംസാരിക്കുക തന്നെ ചെയ്യും. പിന്നെ നേരത്തെ കുത്തിപ്പൊക്കിയവരൊന്നും ഇപ്പൊ വന്നിരുന്ന് താറടിക്കാതൊന്നും കാണിക്കാതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചതൊക്കെ ഇപ്പോഴും അതുപോലെ അട്ടിയിട്ട് തന്നെ കിടപ്പണം. അതും കൂടെ ഓർത്തിട്ട് വന്നിരുന്ന് ഇനി കോൺടാക്ട് ചെയ്യണം.